മോഹൻലാലിന്റെ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഒരുങ്ങുകയാണ് അണിയറയിൽ. അടുത്തിടെ ആശീർവാദിന്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ചില ഗംഭീര സർപ്രൈസുകൾ നമുക്ക് മുന്നിലേക്ക് എത്തുമെന്നാണ് കരുതിയത്. എന്നാൽ എമ്പുരാനിൽ മാത്രം ഒതുക്കിക്കൊണ്ടുള്ള ആ സർപ്രൈസ് നമുക്ക് മുന്നിലേക്ക് എത്തി. എന്നാൽ ഗംഭീര സർപ്രൈസുകൾ അണിയറയിൽ ഉണ്ട് എന്ന് വിശദീകരിച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂരും വരികയുണ്ടായി. പക്ഷേ അതൊക്കെ വരും ദിവസങ്ങളിൽ വരിവരിയായി പുറത്തുവിടാമെന്നാണ് അദ്ദേഹം പറയുന്നത്. ആ പുറത്തുവിടലിന്റെ ഭാഗമായി പല സർപ്രൈസുകളും നമുക്ക് മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്നതാണ്. ഒപ്പം മോഹൻലാലിന്റെ പുതിയ സിനിമകളുടെ പ്രഖ്യാപനം. അതിൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നതും വരാൻ പോകുന്നതും ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന മോഹൻലാൽ ചിത്രം തന്നെയാണ്. അത് ആശീർവാദിന്റെ പ്രൊഡക്ഷനിൽ അല്ലെങ്കിലും ആശീർവാദും ആന്റണി പെരുമ്പാവൂരും ബാക്കിയുള്ള ആരാധകരും ഒക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പ്രഖ്യാപനം തന്നെ. എന്നാൽ അതെത്തുമ്പോൾ ചില സർപ്രൈസിംഗ് കാര്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. കാരണം നമ്മളെല്ലാം കാത്തിരിക്കുന്ന ഒരു മോഹൻലാൽ അവതാരം തന്നെ ഈ ചിത്രത്തിൽ ഉണ്ടാകും എന്നത്. ചോട്ടാ മുംബൈ പോലെയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതുപോലൊരു കോമഡി എന്റർടൈൻമെന്റ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഗംഭീര ചിത്രം തന്നെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ ചിത്രത്തിന്റെ ടൈറ്റിലുമായി ബന്ധപ്പെട്ട ചെറിയ സൂചനകൾ നൽകിക്കൊണ്ടാണ് ചില മൂവി അനലിസ്റ്റുകൾ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നത്. മോഹൻലാൽ ജിത്തു മാധവൻ ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ എയിൽ തുടങ്ങി എന്നിൽ അവസാനിക്കുന്നു എന്ന രീതിയിലാണെന്ന്. എന്നാൽ മുഴുവൻ പേരൊന്നും പുറത്തുവിട്ടിട്ടില്ല. ചില സൂചനകൾ അവർക്ക് എവിടുന്നൊക്കെയോ കിട്ടിയിട്ടുണ്ട്. ഇത് പങ്കുവച്ചുകൊണ്ട് എത്തിയപ്പോൾ നിരവധി കമന്റുകളുമായി പ്രേക്ഷകരും ഒപ്പം കൂടി എന്നതാണ് കൗതുകരം. അതിൽ ട്രോളുകൾ വരെ ഉണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അണ്ണൻ എന്നാണ്. ആവേശം പോലെ ഒരു വ്യത്യസ്ത പേരാകാനുള്ള സാധ്യത ഉണ്ട്. അണ്ണനും അന്യനും അസുരനും അങ്ങനെ നിരവധി പേരുകൾ പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. എന്തായിരിക്കും പേര്? എന്തായാലും കൗതുകമുണർത്തുന്ന ഒരു പേരും ഈ കൗതുകമുണർത്തുന്ന ഈ രണ്ടുപേരുടെ കോമ്പിനേഷനും ഒക്കെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഇതുകൂടാതെ തന്നെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞ ചില സർപ്രൈസിംഗ് പ്രഖ്യാപനങ്ങൾ അവരുടെ പ്രൊഡക്ഷനിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതാണ്. അതും വലിയൊരു പ്രോജക്റ്റ് തന്നെ അനൗൺസ് ചെയ്യാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അടുത്തിടെയാണ് ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ഒന്നിക്കാൻ പോകുന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ആന്റണി പെരുമ്പാവൂർ തന്നെ സോഷ്യൽ മീഡിയയിൽ എത്തിയത്. അങ്ങനെ ഒരു കൊളാബറേഷൻ നടക്കുമ്പോൾ നായകന്മാരായി എത്തുന്നത് ആരായിരിക്കും? മമ്മൂട്ടി മോഹൻലാലും തന്നെ. ഇങ്ങനെ ഒരു പ്രോജക്റ്റ് അണിയറയിൽ ഒരുങ്ങുന്നു എന്ന വാർത്തകൾ വരുമ്പോൾ പല പ്രേക്ഷകർക്കും അതിശയമാണ്. മമ്മൂട്ടിയും മോഹൻലാലും അതിനൊപ്പം പൃഥ്വിരാജും ഒന്നിക്കുന്ന ഒരു ചിത്രം വൈശാഖ് സംവിധാനം ചെയ്തേക്കും. അത് നിർമ്മിക്കുന്നത് ആശീർവാദും മമ്മൂട്ടി കമ്പനിയും ചേർന്നായിരിക്കുമെന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. എന്നാൽ അണിയറയിൽ മറ്റ് ചില റിപ്പോർട്ടുകളും വരുന്നുണ്ട്. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് അവർ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ ഇത് പൃഥ്വിരാജ് സംവിധാനം ചെയ്തേക്കും. പൃഥ്വിരാജിന് സംവിധാനം ചെയ്യാനുള്ള സമയമില്ലെങ്കിൽ അത് വൈശാഖ് ഏറ്റെടുക്കും എന്ന രീതിയിലൊക്കെയാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ചില മൂവി അനലിസ്റ്റുകൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ തന്നെ നടത്തുന്നുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഒരു മോഹൻലാൽ ചിത്രം അണിയറയിൽ ഉണ്ട് എന്നത് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചതാണ്. അതുതന്നെയാകുമോ മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രം എന്ന രീതിയിൽ ചോദിക്കുന്നുമുണ്ട്. എന്നാൽ സാധ്യത വളരെ കുറവാണ്. ഇതൊരു ഫ്രഷ് സബ്ജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട്. വൈശാഖ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ മമ്മൂട്ടിയും മോഹൻലാലും പൃഥ്വിരാജും ഒന്നിക്കുന്നു എന്ന രീതിയിലാണ് ആ റിപ്പോർട്ടുകൾ വന്നത്. ആശീർവാദ് സിനിമാസും മമ്മൂട്ടി കമ്പനിയും ചേർന്നായിരിക്കും ഈ ചിത്രം നിർമ്മിക്കുക എന്നും അഭ്യൂഹങ്ങൾ വരികയാണ്. ഈ അഭ്യൂഹങ്ങൾ സത്യമാണെങ്കിൽ വൻകിട നിർമ്മാണ കമ്പനികൾ തമ്മിലുള്ള ആദ്യ സഹകരണം കൂടിയാകും ഈ ചിത്രം. 2025 മോഹൻലാലും മമ്മൂട്ടിയും 2 പ്രോജക്റ്റുകളുടെ ഭാഗമാകുന്നു എന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മമ്മൂട്ടി കമ്പനി ആശീർവാദ് സിനിമാസ് എന്ന അടിക്കുറിപ്പോടെ മലയാള താരങ്ങളുടെ ചിത്രങ്ങൾ ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചപ്പോഴാണ് ഈ ചർച്ചകൾ തുടങ്ങിയത്. മമ്മൂട്ടിക്കൊപ്പമുള്ള തന്റെ വരാനിരിക്കുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഒരു പൂർണ്ണവേഷത്തിൽ എത്തുമെന്ന് മഹേഷ് നാരായണൻ കഴിഞ്ഞ വർഷം സ്ഥിരീകരിച്ചു. അതിന്റെ പണിപ്പുരയിലാണിപ്പോൾ അവരുള്ളത്. ഇപ്പോൾ നയൻതാര കൂടി ആ ചിത്രത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. MN എന്നത് മഹേഷ് നാരായണൻ, മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര എന്നത് ഇപ്പോൾ വായിച്ചെടുക്കാൻ കഴിയും. ഇതിന്റെ അടുത്ത ഷെഡ്യൂൾ ഡൽഹിയിൽ ആരംഭിക്കുമ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ചുള്ള സീനുകൾ ഷൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനിയാണ് മോഹൻലാലിന്റെ സീനുകളൊക്കെ വരാൻ പോകുന്നത്. ഇതുവരെ മമ്മൂട്ടിയുടെ ഷൂട്ടിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതും. എന്തായാലും വൈശാഖ് സംവിധാനം ചെയ്യാൻ പോകുന്ന മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് സിനിമ സംഭവിക്കുമോ ഇല്ലയോ എന്ന ചോദ്യങ്ങളുമായി ചർച്ചകളിലാണ് പ്രേക്ഷകരെല്ലാവരും. ഇങ്ങനെയൊരു സൂചന ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ ആകാംക്ഷ പ്രകടിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ. ശ്രദ്ധേയമായ കാര്യം എന്തെന്നാൽ വൈശാഖ് ഈ 3 താരങ്ങളോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ്. 2010 മമ്മൂട്ടിയും പൃഥ്വിരാജും അഭിനയിച്ച പോക്കി രാജയിലൂടെ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 2015 മോഹൻലാൽ അഭിനയിച്ച പുലിമുരുകൻ ഒരു വലിയ വിജയമായി മാറി. 2010 പുറത്തിറങ്ങിയ മധുരരാജ എന്ന ചിത്രത്തിലൂടെ വീണ്ടും മമ്മൂട്ടിക്കൊപ്പം എത്തി. എന്നാൽ ഇവർ 3 പേരും കൂടെ വൈശാഖിന്റെ സംവിധാനത്തിൽ ഒന്നിച്ചാൽ അതൊരു കൗതുകരമായ കാര്യം തന്നെ എന്ന് പ്രേക്ഷകർ തന്നെ അനുമാനിക്കുന്നു.